പന്തിന്റെ നിറം എന്തായാലെന്ത്, ആർക്കെന്ത് പ്രശ്നം? എന്നാൽ പ്രശ്നമുണ്ട്, പറഞ്ഞു തരാം. വിന്റർ സീസണിങ് അടുക്കുമ്പോഴേക്കും ലോകോത്തര നിലവാരമുള്ള മിക്ക ഫുട്ബോൾ ലീഗുകളിലും കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഫുട്ബോളിന്റെ നിറം മാറ്റുന്നത്. ഫോർ എക്സാമ്പിൾ മഞ്ഞ, നീല, ഓറഞ്ച്. എന്നാൽ ഓറഞ്ചിലൊരു പ്രശ്നം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇത് അനുഭവിച്ചറിഞ്ഞതും ഇറ്റാലിയൻ ലീഗായ സിറിയ എ. ഫുട്ബോൾ എന്നുള്ളത് കളിക്കുന്നവർക്കും കളി കാണുന്നവർക്കും പ്യുവർ എന്റർടൈൻമെന്റ് ആണ്. അവിടെയാണ് പ്രശ്നം ഒളിഞ്ഞിരുന്നതും. കാണികളെല്ലാവരും ഒരേപോലെയല്ല, അവരിൽ കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവരുണ്ടാകുമെന്നുള്ളതും പരിഗണിക്കാതെ പോയതായിരുന്നു പ്രശ്നം. ഓറഞ്ച് കളർ കൊണ്ട് ഉദ്ദേശം ഫുട്ബോൾ മഞ്ഞത്തും ഫോഗിന്റെ ഇടയിലൂടെ വ്യക്തമായിട്ട് കാണുക എന്നായിരുന്നെങ്കിൽ പോലും നേരെ വിപരീതമാണ് സംഭവിച്ചത്. സോ കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക് പന്തിന്റെ നിറം തിരിച്ചറിയാൻ പറ്റാതാകുകയും പിച്ചിന്റെ ഒപ്പം ലയിച്ചു പോകുന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് സിറിയ എ ആ തീരുമാനമെടുത്തത്. പഴയതുപോലെ വെള്ള അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള പന്തുകളിലേക്ക് മാറാമെന്ന്. ഇറ്റാലിയൻ ലീഗിന് മാറ്റം അത്ര എളുപ്പമായിരുന്നില്ല കേട്ടോ. കാരണം ഒരു മത്സരത്തിലേക്ക് ഏകദേശം 25 ബോളുകൾ വേണം. അത് ഒരാഴ്ചത്തേക്ക് 500 മാറും. ഇതിൽ ട്രെയിനിങ്ങിന്റെ കണക്കുകൾ പെടുന്നില്ല. അപ്പോൾ മനസ്സിലായല്ലോ, പന്തിന്റെ നിറത്തിനും പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ നഷ്ടങ്ങൾ നേരിടേണ്ടതായിട്ട് വരും.